എല്ലാവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായി ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് കയീൻ്റെ കൊച്ചുമകനായ ഈ ലാമക്ക് തൻ്റെ ഭാര്യമാരോട് പറയുന്ന വാക്കുകളാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 23-24 വചനങ്ങളിൽ ലാമക്കിൻ്റെ ഭാര്യമാരോട് ലാമക്ക് പറയുന്ന കാര്യങ്ങൾ ഒരു പാട്ടായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബൈബിളിലെ രണ്ടാമത്തെ പാട്ട്, ഒന്നാമത്തെ പാട്ട് ഞാൻ സൂചിപ്പിച്ചു. ഹവ്വയെ ആദ്യമായി കാണുന്ന ആദമിൻ്റെ വായിൽ നിന്ന് അടർന്നു വീണ മനോഹരമായ വാക്കുകളാണ് ആദ്യത്തെ കവിത. അതൊരു പ്രേമഗാനമായിരുന്നു. ഇവിടെ രണ്ടാമത്തെ പാട്ട് നമ്മൾ കാണും. ഇത് വാസ്തവത്തിൽ ലക്ഷണമൊത്ത ഒരു എബ്രായ കവിതയാണ്. എബ്രായ കവിതയുടെ ഒരു പ്രത്യേകതയാണ് അതിൻ്റെ സമാന്തരത എന്ന് പറയുന്നത്. പാരലലിസം എന്ന് പറയും. അതായത് ഒരു വാചകത്തിൽ പറഞ്ഞ ആശയങ്ങൾ വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിച്ച് പറയുന്നു. അർത്ഥം ഒന്ന് തന്നെയാണ്, പക്ഷെ ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞു പോകുന്ന രീതി, അതിനാണ് ഈ പാരലലിസം എന്ന് പറയുന്നത്. ഹീബ്രു പാരലലിസം എന്ന് പറയും. ആ രീതിയിൽ തന്നെയാണ് ഈ ലാമക്ക് ഈ കവിത ചൊല്ലിയിരിക്കുന്നതെന്ന് കാണാം. ആദ്യം തന്നെ നമ്മൾ അവരുടെ രണ്ടുപേരുടെയും പേര് പറയണം. ആദായും സില്ലായുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പിൻ. എന്നിട്ട് പറയാണ് ലാമക്കിൻ ഭാര്യമാരെ. അപ്പോൾ ആദായും സില്ലയുമായുള്ളവരെ എന്ന അതേ മീനിങ് തന്നെയാണ് ലാമക്കിൻ്റെ ഭാര്യമാരായുള്ളവരെ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആശയം റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന രീതിയാണ്. മലയാള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ അതിൻ്റെ പ്രാസവും കാര്യങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. എബ്രായ ഭാഷയിലേക്ക് നമ്മൾ നോക്കിയാൽ, എബ്രായ ഭാഷയിലെ ഈ ഭാഗം നമ്മൾ വായിച്ചാൽ നല്ല ലക്ഷണമൊത്ത ഒരു കവിത തന്നെയാണ് ഇവിടെ ലാമക്കിൻ്റെ വായിൽ നിന്ന് വരുന്നത് നമുക്ക് കാണാം. ലാമക്കിലേക്ക് എത്തുമ്പോഴേക്കും കയീൻ്റെ സന്തതി പരമ്പരകളിൽ ഏതാണ്ട് 7ാമത്തെ ജനറേഷനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു, തലമുറയിലേക്ക് വന്നു കഴിഞ്ഞു. ഇവിടെയാണ് നമുക്ക് ഈ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചിന്തകൾ വരുന്നത്. അതായത് 2 ഭാര്യമാരെ എടുക്കുന്നു. ഇവിടെ ഈ കവിതയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ലാമക്കിൻ്റെ വാക്കുകളെ നമ്മളൊന്ന് പരിശോധിച്ചാൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചില വാക്കുകളൊക്കെ നമുക്കവിടെ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണാം. ലാമക്ക് പറയുകയാണ്, എൻ്റെ വചനത്തിന് ചെവി തരുവിൻ, എൻ്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എൻ്റെ പരിക്കിന് പകരം ഞാനൊരു യുവാവിനെയും കൊല്ലും എന്ന് പറയുകയാണ്. പരസ്യമായിട്ട് വിളിച്ചു പറയുകയാണ്, ഞാൻ കൊല്ലും എന്ന് പറയാം. കയീന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. ദൈവത്തിൽ നിന്ന് ദൂരേക്ക് പോയ 7ാമത്തെ തലമുറ വന്നപ്പോഴേക്കും മനുഷ്യൻ്റെ ഹൃദയം എത്ര കഠിനമായി പോയി, പാപം എത്രമാത്രം വളർന്നു എന്ന് നമുക്കിവിടെ വ്യക്തമാവുകയാണ്. ഒരു വശത്ത് ടെക്നോളജി വളരുന്നു, സാങ്കേതിക വിദ്യകൾ, മെറ്റലർജി, അതുപോലെ മ്യൂസിക് വളരുന്നു, അല്ലെങ്കിൽ മറ്റ് ആനിമൽ ഹസ്ബൻഡറി വളരുന്നു. ഇതൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, സാങ്കേതിക വിദ്യകളിൽ പുരോഗതി നേടുന്നു. അങ്ങനെ മനുഷ്യൻ്റെ സംസ്കാരം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്രം. അതിൻ്റെ മറുവശത്ത് നമ്മൾ കാണുന്നത് പാപവും അതിൻ്റെ ജൈത്രയാത്ര തുടരുന്ന കാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിൽ നിന്ന് നമ്മൾ ദൂരേക്ക് പോകും തോറും നമ്മുടെ ഹൃദയം കൂടുതൽ ഇരുട്ട് ആയിക്കൊണ്ടിരിക്കും എന്നത്. ദൈവം വെളിച്ചമാകുന്നു. ആ വെളിച്ചമാകുന്ന ദൈവത്തിൽ നിന്ന് മനുഷ്യൻ ദൂരേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ ജീവിതത്തിൽ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരുട്ടാണ്. സത്യമായ ദൈവത്തിൽ നിന്ന് ദൂരേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അസത്യങ്ങളായിരിക്കും. സ്നേഹമാകുന്ന ദൈവത്തിൽ നിന്ന് ദൂരേക്ക് പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പിന്നീട് ബാക്കിയുണ്ടാവുക വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ ആയിരിക്കും. അതാണ് ഇവിടെ ലാമക്കിൻ്റെ ഹൃദയത്തിൽ നമ്മൾ കാണുന്നത്. ലാമക്കിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ കാണുന്നത് അതാണ്. ആദ്യത്തെ പാട്ട് ഒരു സ്നേഹഗീതമായിരുന്നു, ഒരു പ്രേമഗീതമായിരുന്നു. അവിടെ ഹവ്വയെ സ്വന്തം ശരീരമായി കണ്ട് സ്നേഹിക്കുന്ന ആദമിൻ്റെ വാക്കുകൾ നമ്മൾ കണ്ടു. ആ സ്നേഹഗീതമൊക്കെ, ആ സ്നേഹത്തിൻ്റെ പാട്ടുകളൊക്കെ മാഞ്ഞുപോയി. ഇവിടെ മനുഷ്യൻ്റെ വായിൽ, ലാമക്കിൻ്റെ വായിൽ പ്രതികാരത്തിൻ്റെ ഹത്യയുടെ പാട്ടുകളാണ് വരുന്നത്. ചില വ്യാഖ്യാതാക്കൾ ചിന്തിക്കുന്നത്, ലാമക്കിനെ ആരോ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചു, ആ വ്യക്തിയെ ലാമക്ക് കൊല്ലുകയും ചെയ്തു. അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ലാമക്ക് ഈ വാക്ക് പറയുന്നത്, എൻ്റെ പരിക്കിന് പകരം ഞാനൊരു പുരുഷനെ കൊല്ലും, യുവാവിനെ കൊല്ലും എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടായിരിക്കാമെന്ന്. വേറെ രീതി ചിന്തിച്ചാൽ എത്ര കഠിനമായി പോയി ലാമക്കിൻ്റെ ഹൃദയം. പാപം ചെയ്തു എന്ന് മാത്രമല്ല, ഒരു കൊലപാതകം ചെയ്തു, പ്രതികാര നടപടിയുടെ ഭാഗമായി അത് ചെയ്തു എന്ന് മാത്രമല്ല, പാപത്തെ പാട്ടുപാടി ആഘോഷിക്കുന്ന ലാമക്കിൻ്റെ ഹൃദയകാഠിന്യം നമുക്ക് കാണാം. ഇന്നത്തെ മനുഷ്യൻ്റെ ഒരു നേർചിത്രമാണ് ലാമക്കിലും കാണുന്നത്. പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ പുരോഗതി അതിവേഗം
നമുക്ക് കാണുന്നു. പക്ഷേ അതിന് മറുവശം എന്താണ് ഇന്ന് ഈ ലോകത്തിൽ നടക്കുന്നത്? മനുഷ്യൻ്റെ പാപം പെരുകി, മനുഷ്യൻ്റെ ഹൃദയം കഠിനപ്പെട്ടു പോയി. ഇന്ന് ഇത്തരത്തിലുള്ള മാനുഷികമായ ബന്ധങ്ങൾ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഗീതങ്ങൾക്ക് പകരം അർത്ഥശൂന്യമായ ഹത്യയുടെയും പ്രതികാരത്തിൻ്റെയും ഒക്കെ പാട്ടുകളല്ലേ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്നത്? അങ്ങനെയുള്ള വാക്കുകളല്ലേ നമ്മൾ കുടുംബത്തിൽ കേൾക്കുന്നത്? ലാമക്കിൻ്റെ കുടുംബത്തിലാണ് അതാദ്യം കേട്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിൽ നിന്ന് ദൂരെ അകന്നു മാറിയുള്ളൊരു ജീവിതം, ആ ഇരുട്ടിൻ്റെ ജീവിതം നമുക്ക് വേണ്ട. ദൈവത്തോട് ചേർന്ന് നടക്കുന്ന വെളിച്ചത്തിലുള്ള ഒരു ജീവിതമാണ് നമുക്ക് ആവശ്യം. സ്നേഹത്തിൻ്റെ പാട്ടുകളാണ് നമുക്ക് ആവശ്യം. ഹത്യയുടെയും പ്രതികാരത്തിൻ്റെയും ചിന്തകളും വാക്കുകളും പാട്ടുകളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയാം. അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഈ ലോകത്തിൻ്റെ രാജ്യത്തിലെ ഈ സംസ്കാരത്തിലെ ഈ ലാമക്കിനെ പോലെയുള്ള മനുഷ്യരായി നമ്മളും അധപ്പതിച്ചു പോകുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല. അതിന് ഇടയാകാതിരിക്കട്ടെ. ദൈവം നമ്മളെ സഹായിക്കട്ടെ.